നമസ്കാരം. IPLന്റെ 19ാം സീസൺ ക്ലൈമാക്സിലേക്ക് കടന്നിരിക്കുകയാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള കലാശപ്പോരിന് നരേന്ദ്രമോദി സ്റ്റേഡിയം തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും അങ്ങോട്ട് തന്നെയാണ് നോക്കുന്നത്. നാളെ ഇനി എപ്പോൾ എല്ലാവരും അറിയാൻ പോകുന്നത് ആരായിരിക്കും വിന്നേഴ്സ് എന്ന് തന്നെയാണ്. എല്ലാവർക്കും ഒരു പ്രതീക്ഷയുള്ളത് GTക്ക് ലഭിക്കണമെന്നാണ്. കാരണം ഗില്ലിനെ അത്രമാത്രം തഴയുന്നുണ്ട് എന്നൊരു സ്നേഹപ്രകടനം ഇപ്പോൾ എല്ലാവരുടെ ഇടയിലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ GTക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും ആഗ്രഹവും എല്ലാവരും പറയുന്നുണ്ട്. ആരാവും കപ്പ് ഉയർത്തു എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം നമ്മൾ കാത്തിരുന്നാൽ മതി. വിവിധ ഫ്രാഞ്ചൈസികൾക്കായി ഇന്ത്യൻ താരങ്ങളുടെ മിന്നുന്ന പ്രകടനത്തിനാണ് ഈ IPL സീസൺ സാക്ഷിയായി മാറുന്നതെന്ന് കൂടി പറയണം. ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് പല താരങ്ങളും നിലവിൽ ടീം ഇന്ത്യയുടെ ഭാഗമല്ലാത്തവരാണെന്നുള്ള കൗതുകകരമായ കാര്യമുണ്ട്. IPLലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ T20 ടീമിനെ തിരഞ്ഞെടുത്താൽ ആരെല്ലാം ഇടം പിടിക്കുമെന്ന് നമ്മൾ അറിയേണ്ട കാര്യമുണ്ട്. അതിൽ സഞ്ജു ഉണ്ടാകുമോ എന്നതാണ് അടുത്ത ചോദ്യം. IPL ഹീറോസിന്റെ ഇന്ത്യൻ 11 തിരഞ്ഞെടുത്താൽ ഓപ്പണിംഗ് ജോഡികൾ ശുഭ്മൻ ഗില്ലും കൗമാര ബാറ്റിംഗ് സെൻസേഷൻ വൈഭവ് സൂര്യവംശിയുമായിരിക്കും. ഇത്തവണ ഓപ്പണിംഗിൽ കസറിയവരാണ് രണ്ടുപേരും. ഗുജറാത്ത് ടൈറ്റൻസിനായി ഓപ്പണിംഗിൽ ക്യാപ്റ്റൻസിയിലും മിന്നുന്ന പ്രകടനമാണ് ഗില്ല് കാഴ്ചവെച്ചത്. ടീമിനെ ഫൈനൽ വരെ എത്തിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കാണ് വഹിച്ചതെന്നും പറയുന്നു. 15 മത്സരങ്ങളിൽ നിന്നും ഗിൽ ഇതിനോടകം വാരിക്കൂട്ടിയത് 722 റൺസാണ്. 48.13 ശരാശരിയിൽ 163.71 സ്ട്രൈക്ക് റേറ്റോടെയാണിത്. ഒരു സെഞ്ചുറിയും 6 50+ സ്കോറുകളും ഉൾപ്പെടെയാണിത്. ഇത്തവണ റൺവേട്ടക്കാരിൽ അദ്ദേഹം രണ്ടാമതുണ്ട്. ഇനി ഫൈനലിനും വലിയൊരു സ്കോർ കുറിക്കാനായാൽ ഓറഞ്ച് ക്യാപ്പും ഗില്ലിന്റെ പേരിലാവുമെന്ന് ഉറപ്പാണ്. നേരത്തെ T20 ടീമിന്റെ വൈസ് ക്യാപ്റ്റൻസി റോളിൽ വരെ എത്തിയ ശേഷം അദ്ദേഹം ടീമിൽ നിന്ന് പോലും പുറത്താക്കപ്പെട്ടയാളാണ് അദ്ദേഹം. അന്നു തന്നെ ഒഴിവാക്കിയവരിലുള്ള മറുപടി കൂടിയാണ് ഗിൽ ഈ IPLലൂടെ നൽകിയിരിക്കുന്നത്. ഇത്തവണത്തെ മിന്നുന്ന പ്രകടനത്തോടെ ഇന്ത്യൻ T20 ടീമിലേക്ക് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ഉറപ്പായിരിക്കുന്നു. വരാനിരിക്കുന്ന T20 പരമ്പരകളിൽ ഗില്ലിനെ വീണ്ടും ഇന്ത്യയിൽ കുപ്പായത്തിൽ പ്രതീക്ഷിക്കാം. വൈഭവ് ആകട്ടെ കരിയറിലെ രണ്ടാം IPL സീസൺ തന്നെ 700+ റൺസോടെ അവസാനിപ്പിച്ചു. നിലവിൽ ഓറഞ്ച് ക്യാപ്പ് 15കാരന്റെ പേരിലാണ്. 16 ഇന്നിംഗ്സുകളിൽ നിന്നും 237 സ്ട്രൈക്ക് റേറ്റിൽ 276 റൺസ് വൈഭവിന്റെ പേരിലുണ്ട്. ഒരു സെഞ്ചുറിയും 5 50കളും ഇതിൽ ഉൾപ്പെടുന്നു. 2 തവണയാണ് 90കളിൽ താരം പുറത്തായത്. ഗിൽ വൈഭവ് ജോഡിക്ക് ശേഷം ഇന്ത്യൻ 11ൽ 3 മുതൽ 6 വരെ സ്ഥാനങ്ങളിൽ ഇഷാൻ കിഷൻ, ശ്രേയസ് അയ്യർ, രജത് പാട്ടിദാർ, കൃണാൽ പാണ്ഡ്യ എന്നിവരാണ് ഉള്ളത്. മലയാളി താരം സഞ്ജു സാംസണിനെ പിന്തള്ളിയാണ് ഇഷാനെ ടീമിലെ ഫസ്റ്റ് ചോയ്സ് കീപ്പറായത്. 15 ഇന്നിംഗ്സുകളിൽ നിന്നും 6 50കളടക്കം 602 റൺസ് അദ്ദേഹം ഇത്തവണ നേടിയിരുന്നു. സഞ്ജുവിനേക്കാൾ സ്ഥിരതയാർന്ന പ്രകടനം നടത്തിയതും ഇഷാൻ തന്നെയാണ്. പഞ്ചാബ് കിങ്സിനായി ശ്രേയസും ഈ സീസണിൽ മോശമാക്കിയില്ല. 13 ഇന്നിംഗ്സുകളിൽ അദ്ദേഹം സ്കോർ ചെയ്തത് 498 റൺസാണ്. RCB നായകൻ പാട്ടിദാർ ക്യാപ്റ്റൻസിയിലും ബാറ്റിംഗിലും ഒരുപോലെ തിളങ്ങിയ സീസൺ കൂടിയാണിത്. 13 ഇന്നിംഗ്സുകളിൽ 486 റൺസ് അദ്ദേഹം നേടി. IPLന് ശേഷം T20യിൽ പാട്ടിദാറിന്റെ അരങ്ങേറ്റവും പ്രതീക്ഷിക്കാം. RCBക്ക് വേണ്ടി ബാറ്റിംഗിലും ബൗളിംഗിലും ഒരുപോലെ ഇമ്പാക്ട് ഉണ്ടാക്കിയ താരം കൂടിയാണ് കൃണാൽ പാണ്ഡ്യ. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിനെ മറക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ടീമിൽ അദ്ദേഹത്തിന്റെ പേരും ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു.